സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പുകളിലൂടെ ഭരണകക്ഷി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഭരിക്കുന്ന കക്ഷി മാറിയാലും ഒരേ ഭരണവർഗം തന്നെ ഭരണം നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഇന്ത്യയിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ അടുത്ത സമയത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കൂറുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഭാസം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഭരണകക്ഷിയോ പ്രതിപക്ഷ പാർട്ടികളോ ആദർശങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് MLA-മാരും MP-മാരും തങ്ങളുടെ സ്ഥാനം രാജിവെക്കുന്നതായിരുന്നത് പതിവായിരുന്നു. ഇതിന് അവർ വലിയ നഷ്ടമാണ്, ത്യാഗമാണ് സഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ MLA-മാരും MP-മാരും രാജിവെച്ചാൽ അത് ഭരണസ്ഥിരതയെ ബാധിക്കും എന്നുള്ള വാദം ശക്തമായി. ആ വാദം ശക്തമായപ്പോൾ MLA-മാരും MP-മാരും കൂറുമാറ്റത്തിന് ന്യായം കണ്ടെത്തപ്പെട്ടു. കാരണം ഭരണസ്ഥിരതയ്ക്ക് വേണ്ടി MLA-മാരും MP-മാരും കൂറുമാറുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. എന്നാൽ ഈ കൂറുമാറ്റം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ആണ് എന്ന് വ്യക്തമായപ്പോൾ അതിനെതിരെ നിയമങ്ങൾ ഉണ്ടായി. പക്ഷേ നിയമം നിർമ്മിച്ചവരെല്ലാം ധാരാളം പഴുതുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിയമങ്ങൾ നിർമ്മിച്ചത്. അതുകൊണ്ട് കൂറുമാറ്റ നിയമം ഫലവത്താകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറേ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂറുമാറ്റം ഒരു സ്ഥിര പ്രതിഭാസം ആയി എന്നു മാത്രമല്ല, കൂറുമാറുന്നതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതിന് കാരണം ഭരണസ്ഥിരത വേണമെന്നുള്ള ന്യായമായിരുന്നു. ഭരണസ്ഥിരത വേണമെന്ന് വാദിച്ചത്, ആ വാദത്തിന് ഉള്ളത് ആരാണെന്ന് പരിശോധിച്ചാൽ അത് ഇവിടെ രൂപപ്പെട്ട ഒരു ഭരണവർഗം ആണ് എന്ന് കാണുവാൻ സാധിക്കും. ഈ ഭരണവർഗം ആണ് പാർട്ടികൾ ഭരണത്തിൽ നിന്ന് മാറിയാലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും അതിൻ്റെ അകത്തളങ്ങളിൽ പ്രവർത്തിച്ച് അതിനെ നിയന്ത്രിക്കുന്നതും ഈ ഭരണവർഗമാണ്. രാഷ്ട്രീയം ഒരു കാലത്ത് സേവനത്തിനു വേണ്ടിയും ആദർശത്തിനു വേണ്ടിയും ആയിരുന്നുവെങ്കിൽ സാമ്പത്തിക നേട്ടവും സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വ്യവസായമായി മാറി. അതിൻ്റെ ഫലമായിട്ടാണ് കൂറുമാറ്റം വ്യാപകമായതും കൂറുമാറ്റം ന്യായീകരിക്കപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടത്. എന്നാൽ അതിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭരണവർഗം ഇവിടെ ശക്തമായി. രാഷ്ട്രീയ നേതാക്കന്മാരും താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും താഴെത്തട്ടിലും പല തട്ടിലുള്ള മുകൾ തട്ട് വരെയുള്ള പല തട്ടുകളിലുള്ള മാഫിയകളും ഒക്കെ ചേർന്ന ഒരു ശക്തമായ ബന്ധം രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടു. ഈ മാഫിയ ആണ് രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത്, സർക്കാരുകളെ നിയന്ത്രിക്കുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാരെ നിയന്ത്രിക്കുന്നത്. ഇത്തരം ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഈ അവസ്ഥ വളരെ അതിൻ്റെ പൂർണ്ണമായ രൂപം വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ രൂപപ്പെട്ട ഈ ഭരണവർഗത്തിന്
അവർ നൽകിയിരിക്കുന്ന പേര് ഭദ്രലോക് എന്നാണ്. ഭദ്രലോക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും, എല്ലാ തട്ടിലുകളിലുമുള്ള നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും വ്യവസായികളും, ചെറുകിട വ്യവസായികളും വൻകിട വ്യവസായികളും മാഫിയകളും എല്ലാം കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ശക്തമായ ഒരു 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 കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ, പിന്തുണയ്ക്കുവാൻ ബുദ്ധിജീവികളും അവരോടൊത്തു ചേരുന്നുണ്ട്. സാംസ്കാരിക നായകന്മാരും അവരോടൊത്തു ചേരുന്നുണ്ട്. മാധ്യമങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വിഭാഗത്തിനെയാണ് അവിടെ ഭദ്രലോക് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ബംഗാളിലെ അവസ്ഥ പരിശോധിച്ചാൽ 1977 വരെ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 77 വരെ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ശങ്കർ ദയാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. ആ സ്വേച്ഛാധിപത്യ ഭരണം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ജനങ്ങൾ അതിനെതിരെ വിധി എഴുതി. ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൈവശപ്പെടുത്തി. 1977 മുതൽ 2011 വരെയുള്ള സുദീർഘമായ 30 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പിന്നെ അവിടെ ഭരണം നടത്തിയത്. അന്ന് സംഭവിച്ചത് കോൺഗ്രസ് പരിപൂർണമായും ചിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അജയ്യമായ ശക്തിയായി തീരുകയും ചെയ്തു. ഇവിടെ സംഭവിച്ചത് കോൺഗ്രസിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് താങ്ങി നിർത്തിയിരുന്ന ഭദ്രലോക് മാഫിയ അവർ പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ത്യജിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കുടിയേറുകയായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ജ്യോതി ബാസുവിൻ്റെ നേതൃത്വത്തിൽ ഈ മാഫിയകളുടെ മുഖം കാണാത്ത തരത്തിലുള്ള രീതിയിൽ അതിനെ മാനേജ് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് ആ മാഫിയയെ സംബന്ധിച്ചുള്ള വലിയ വിമർശനം അക്കാലത്തുണ്ടായില്ല. പക്ഷേ ആ മാഫിയയുടെ ഭരണം പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാഫിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണമായി തൃണമൂൽ കോൺഗ്രസിനെ, മമതയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഭദ്രലോക് മാഫിയ പൂർണ്ണമായിട്ടും മമതയുടെ കീഴിൽ പ്രവർത്തിച്ചു, മമതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. തുടർന്നുള്ള 15 വർഷം 2011 മുതൽ 2026 വരെയുള്ള കാലം മമതയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു. അവിടെയും 2026 ആയപ്പോൾ ഈ ഭദ്രലോക് മാഫിയ മമതയെ ഉപേക്ഷിച്ചിട്ട് BJPയെ പുണർന്നിരിക്കുകയാണ്. ഇവിടെ വളരെ വ്യക്തമായി മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇത്ര വ്യക്തമായ പ്രക്രിയ ഉണ്ടായിട്ടില്ല. അതായത് മാഫിയകൾ ഭരണകക്ഷിയെ ഉപേക്ഷിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ. ഇവിടെ മാഫിയകൾ ഭരണകക്ഷിയെ ഉപേക്ഷിക്കുമ്പോൾ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭരണകക്ഷിയെ ഭാഗമായി തീരുന്നു. വീണ്ടും ആ കക്ഷിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കക്ഷിയുടെ ഭാഗമായി തീരുന്നു. അങ്ങനെ 3 കക്ഷികളെ മാറി മാറി ഉപേക്ഷിച്ചിട്ട് 4ാമത് BJPയെ പൂർണ്ണമായി പുണർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മാഫിയ. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുവെ ഈ ഭദ്രലോക് മാഫിയ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. അവിടെ കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ട് BJPയെ പുണർന്നു. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ 4 പാർട്ടികളെ മാറി മാറി ഉപേക്ഷിക്കുകയും പുണരുകയും ചെയ്യുന്ന, 3 പാർട്ടികളെ ഉപേക്ഷിച്ചു 4ാമത്തെ പാർട്ടിയെ പുണരുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം വ്യക്തമാക്കുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്നത്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പുകളിൽ കൂടെ മാഫിയ ഭരണവർഗത്തെ മാറ്റുവാൻ കഴിയാത്ത അവസ്ഥ വ്യക്തമായിരിക്കുകയാണ്. ഒരു ഭരണകക്ഷിയെ തൽക്കാലത്തേക്ക് മാറ്റാം, പക്ഷേ
ഭരണവർഗം സ്ഥിരമായി നിലനിൽക്കുന്നു. അത് ത്യജിക്കപ്പെട്ട പാർട്ടിയിൽ നിന്നും പുതുതായിട്ട് പുണർന്ന പാർട്ടിയിലേക്ക് കുടിയേറുന്നു, കൂടുമാറും. ഇത് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെക്കുറിച്ച് പുനർചിന്ത ചെയ്യുവാൻ നമ്മെ നിർബന്ധിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രീതികൾക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായാൽ ഇതിന് കുറച്ച് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും രണ്ട് തരത്തിലാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് 50% MLA-മാരെ നാം ഇന്ന് തിരഞ്ഞെടുക്കുന്ന പോലെ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ കൂടെ തിരഞ്ഞെടുക്കുകയും 50% MLA-മാരെ ഓരോ പാർട്ടികളും ഓരോ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുകയും ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ആനുപാതികമായ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ മുകളിൽ നിന്ന് അവർക്ക് ലഭ്യമായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ മറ്റ് ജനപ്രതിനിധികളെ പോലെ അത്ര സ്വാതന്ത്ര്യമില്ല. പൂർണ്ണമായിട്ടും പാർട്ടിക്ക് വിധേയത്വമായിരിക്കും. അവർക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ച പോലെ പൂർണ്ണമായിട്ടും കൂടുമാറാനൊക്കത്തില്ല. ഇത് പരിപൂർണമായ ഒരു സംവിധാനം അല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അങ്ങേയറ്റം അവഹേളനകരം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റുവാൻ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ട്. അത്തരം സാധ്യതകളെക്കുറിച്ച് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ചർച്ചകൾ നടക്കുന്നില്ല. അത്തരം ചർച്ചകൾ, അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.